Okay, here in page number 37, some short forms have been given. We can use the keys on the keyboard to cut, copy and paste. Control plus X for cutting. And Control plus C for copying. Control and V for pasting. അതായത് ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. For example, I will show you. Wait. ഒന്ന് സെറ്റപ്പ് ആക്കട്ടെ. നിങ്ങൾ പറഞ്ഞ പോലെ രാവിലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൂമിൽ നിന്ന് കട്ട് ഓഫ് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ സമയം കഴിഞ്ഞാലും നമ്മൾ ഓർക്കുകയല്ല. എടുക്കാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. എന്താ പറഞ്ഞേ? സാരമില്ല, അവൾക്ക് റേഞ്ച് കിട്ടുന്നോട്ട് എവിടെയാണല്ലോ അവൾ ഇരുന്നോട്ടെ. ഇനി വന്ന് നമ്മുടെ സ്കൂളിൽ വരെ എത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കേ, ഓക്കെ, ഞാൻ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. സപ്പോസ് ടൈപ്പ് ചെയ്യുന്നു. It is what is written? True light. Can everybody see this? എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? കാണുന്നുണ്ട്. ഇനി ഇത് it is written in small letter, isn't it? സ്മോൾ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. ഹിയർ so many options are there. ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അല്ല, ഇവിടെ ഞാനിപ്പോൾ അധികം കൺട്രോൾ പ്ലസ് നിങ്ങളിപ്പോൾ കാണിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കട്ട്, കോപ്പി, പേസ്റ്റ് ആൻഡ് കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചതെന്നാണ്. ഹിയർ കട്ട്, കോപ്പി, പേസ്റ്റ്. What is the difference between copy and paste and cut and paste? Copy and paste means we will keep the original one. ആദ്യത്തേത് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പുതിയത് എടുക്കുന്നതാണ്. പക്ഷെ കട്ട് ആൻഡ് പേസ്റ്റിലാണെങ്കിൽ നമ്മളിപ്പോൾ ഇത് കട്ട് ആൻഡ് പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ see I am going to click here on cut. അത് അവിടുന്ന് പോയി. ഒറിജിനൽ വൺ, അതായത് ഫസ്റ്റ് വൺ അവിടുന്ന് പോയി. ഇനി നമ്മൾ പോയിട്ട് പേസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവം ഇവിടെ വരുന്നു. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇഫ് യു കീപ്പ് കോപ്പി, അത് അങ്ങനെ തന്നെ അവിടെ നിൽപ്പുണ്ട്. കോപ്പിയിൽ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ ഒരെണ്ണം വന്നു. വേറൊരെണ്ണം വന്നു, കണ്ടോ? അടുത്തത് one more has come.
കണ്ടോ? പക്ഷെ ഇവിടെ ആദ്യത്തത് കട്ടാകുന്നില്ല. അങ്ങനെയാണ്. ഇനി നമ്മൾ കട്ട് ആൻഡ് പേസ്റ്റിൽ ആദ്യത്തത് കട്ടാകും, പുതിയത് വരും. കോപ്പി ആൻഡ് പേസ്റ്റിൽ ഡിഫറൻസ്. ഓക്കെ, അതെ. ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ട്. ഒന്ന് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കീപാഡിൽ നിന്ന് Ctrl+C എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. Ctrl+C ആൻഡ് അതെന്താ രണ്ടെണ്ണം സെലക്ട് ആയോ? ഒന്നിനെ പോയി ക്ലിക്ക് ചെയ്ത് നിങ്ങളെപ്പോലെ തന്നെ ഭയങ്കര അനുസരണയാണല്ലോ. ഒന്നിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടെണ്ണം അവിടെ സെലക്റ്റഡ് ആവുന്നു. ഓക്കെ, Ctrl+C അമർത്തുക. Ctrl+C അപ്പൊ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി താഴെ വന്നിട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ Ctrl+V, അതായത് പേസ്റ്റ്. അങ്ങനെ നമ്മൾ കീപാഡ് ഉപയോഗിച്ചും നമുക്ക് ചെയ്യാം. ഇനി കട്ട് ആൻഡ് പേസ്റ്റിലാണെങ്കിൽ ഇത് സെലക്ട് ചെയ്യുന്നു. Ctrl+X ആണ് പറഞ്ഞേക്കുന്നത്. Ctrl+X. വെരി സെക്സ്. Ctrl+X. അത് സെലക്ട് ചെയ്തില്ല, സോറി, പോയി, അത് കട്ടായി പോയി. ഇനി Ctrl+V. ഞാൻ എവിടെയാണ്? എനിക്ക് ഇവിടെ ഇതായി കർസർ ഇപ്പം ഇവിടെയുള്ളത്. വീണ്ടും കൊണ്ടുവച്ചു താഴ്ത്തുക. Ctrl+V, പുതിയത് വന്നു. ഓക്കെ, സോ നമുക്ക് കീപാഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർ Ctrl+X, സോറി, ടു കട്ട് വി ഹാവ് ടു പ്രസ് Ctrl+X. Next, to copy we have to click on Ctrl+C, and to paste Ctrl+V. Okay, ini next change case ആണ്. Okay, see here I have written in small letters this after writing I have to select it. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. What all changes, if you want to make any changes, we have to select it first. One second. Okay. See, നമ്മളിവിടെ ടൈപ്പ് ചെയ്തു സ്മോൾ ലെറ്റർ. Then here so many options are there. Bold, italic, underline, ഇവിടെ X2, A plus A, like this. കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ ചേഞ്ച് കേസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇതിനെ മിഡിലേക്ക് ആക്കാൻ പറ്റും. ഇതാ കറക്റ്റ് മിഡിലേക്ക്, സൈഡ് വേസിലേക്ക് ആക്കാൻ പറ്റും. ഇത് ലെഫ്റ്റ് സൈഡാണ്. അങ്ങനെ ഹിയർ ക്യാപിറ്റൽ ലെറ്റർ എ ഇസ് ദർ. ഇൻക്രീസ് ഫോണ്ട് സൈസ് എന്നാണ് തന്നേക്കുന്നത്. വലിയ സൈസായി. നമ്മൾ 72 കൊടുത്തു. ഇനിയും വലുതാക്കാം. ഓക്കെ, ഹിയർ ചേഞ്ച് കേസ് പറഞ്ഞ ഒരു വൺ ക്യാപിറ്റൽ ലെറ്റർ എ ആൻഡ് വൺ സ്മോൾ ലെറ്റർ എ ഇസ് ഗിവൺ ദർ. ഓക്കെ, ജോസിമോളെ കുഞ്ഞൊക്കെ അവിടെ ഇരുന്നോട്ടെ, നീ ഇവിടെ ശ്രദ്ധിക്കണം, കണ്ടോണം. ഞാൻ കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ അറിയത്തില്ലെങ്കിലുണ്ടല്ലോ, നല്ല ലഡു രാവിലെ ആർക്കോ ലഡു കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു, ഷഹബാസിനാന്ന് തോന്നുന്നു അല്ലേ? അതുപോലത്തെ ലഡു ആയിട്ട് അങ്ങോട്ട് വരും. ഓക്കെ, ഹിയർ ക്യാപിറ്റൽ ലെറ്റർ എയും സ്മോൾ ലെറ്റർ എയും ഉണ്ട്. ക്ലിക്ക് ഹിയർ. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെന്റൻസ് കേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ലോവർ കേസ് വൺ ഓപ്ഷൻ ഈസ് ദർ, അപ്പർ കേസ് വൺ ഓപ്ഷൻ ഈസ് ദർ, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, toggle case. I think I remember last week itself I showed you or not? കാണിച്ചല്ലോ എന്നൊരു ഓർമ്മ, കാണിച്ച പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, സി നൗ ഇറ്റ് ഈസ് ഓൾ സ്മോൾ ലെറ്റേഴ്സ്. ഇവിടുന്ന് ഫസ്റ്റ് വൺ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ലോവർ കേസ് ആണ്. ഇത് ഓൾറെഡി ലോവർ ആണ്, സ്മോൾ ലെറ്റർ ആണ്. സോ നമ്മൾ അപ്പർ കേസ് ക്ലിക്ക് ചെയ്തു. യെസ്, സി നൗ ഇറ്റ് ഹാസ് ബിക്കം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഫുള്ള്. കണ്ടോ, നമ്മൾ സ്മോൾ ലെറ്റർ അല്ലേ ടൈപ്പ് ചെയ്തേ. Now it has become capital letters. Can you see this? Adul and all. Alice in Wonderland പോലെ Adul in Wonderland. എന്തുവാ മുത്ത ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? വിശക്കാൻ തുടങ്ങിയോ? ചോറ് കഴിച്ചില്ലേ?
ഈ സ്മോൾ ലെറ്റർ എഴുതിയതല്ലേ ഇപ്പം ക്യാപിറ്റൽ ലെറ്റർ എഴുതിയില്ലേ എത്തിയില്ലേ? സോ വൺസ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, അപ്പർ കേസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമ്മൾ സ്മോൾ ലെറ്റർ എടുക്കണമെങ്കിൽ ലോവർ കേസ് ക്ലിക്ക് ചെയ്യുക. ഇറ്റ് ബിക്കെയിം സ്മോൾ ലെറ്റർ. ചെറിയ അക്ഷരം വീണ്ടും ആയി അല്ലേ? ഇനി if you want to capitalize each word means the first letter of the each word. എല്ലാ അക്ഷരങ്ങളുടെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആകും. ഇനി ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് ടൈപ്പ് ചെയ്താലും ട്രൂ ലൈറ്റ് ഒരു വാർഡ് ആയതുകൊണ്ട് ടി ക്യാപിറ്റൽ ലെറ്റർ, ഇംഗ്ലീഷിന്റെ ഇ ക്യാപിറ്റൽ ലെറ്റർ, സ്കൂളിന്റെ എസ് ക്യാപിറ്റൽ ലെറ്റർ വരും. ഓക്കെ, നെക്സ്റ്റ് toggle case. Toggle case means first letter will be small letter and the rest will be capital letter. ഇവിടെ നോക്കി toggle case അതാരാ വരച്ചയാള്? വേഗം ഡിലീറ്റ് ചെയ്ത് വരച്ചയാള്. 5-5 ക്ലാസ്സിൽ എത്തിയിട്ട് ഈ ചൊറിഞ്ഞ് പണിയായിട്ടിരിക്കുന്നത് എന്തുവാ ഇത്? നിങ്ങൾക്ക് LKG പിള്ളേരാണെങ്കിൽ ഓക്കെ, UKG ഓക്കെ, ഈ 5 ക്ലാസ്സിൽ എത്തിയിട്ട് ഇപ്പൊ വരച്ചില്ല ഉറക്കം വരാത്ത പിള്ളേരാരാ? ഓക്കെ, സി ഫസ്റ്റ് ലെറ്റർ മാത്രം സ്മോൾ ലെറ്റർ ആയി, ബാക്കി എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയി. ടോഗിൾ കേസ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? ഹൗ ടു ചേഞ്ച് കേസ് എന്ന് പറയുമ്പോൾ അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ ഓൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. നമ്മൾ എങ്ങനെ ടൈപ്പ് ചെയ്താലും മെഷീനിൽ വി ഹാവ് ടു സെലക്ട് ഇറ്റ് ഫസ്റ്റ്, ദെൻ വിൽ ഗോ ടു ചേഞ്ച് കേസ്. ചേഞ്ച് കേസിലേക്ക് പോവുക. അവിടെ എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കുക. സി ഹിയർ, ഇവിടെ നമുക്ക് മുഹമ്മദ് ആണ് വരച്ചയാൾ അല്ലേ? എന്ത് അവനാ? റിവൈസ് അല്ലേ വരച്ചത്? മുഹമ്മദ് റിവൈസ്. ഇവിടെ മുഹമ്മദ് പേര് തെളിഞ്ഞത്. ഓക്കെ, ശരി. ഇവിടെ ഇനി വരച്ചേക്കല്ലേ, എനിക്ക് ദേഷ്യം വന്ന വഴക്കം നല്ലോണം പറയും കേട്ടില്ല. ഇവിടെ നോക്ക്, ഗോ ടു ചേഞ്ച് കേസ്. ഒരു എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? 1 ക്യാപിറ്റൽ ലെറ്റർ എ ആൻഡ് 1 സ്മോൾ ലെറ്റർ എ തരാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു സ്മോൾ ആരോ മാർക്ക് ഒക്കെ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. സോ 5 ഓപ്ഷൻസ് ആർ ദർ. ഫസ്റ്റ് വൺ ഈസ് സെന്റൻസ് കേസ്. സെന്റൻസ് കേസ് മീൻസ് ഈച്ച് ലെറ്റർ ഓഫ് ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് സെന്റൻസ് വിൽ ബി ക്യാപിറ്റലൈസ്ഡ്. നമ്മൾ കംപ്ലീറ്റ് സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്താലും നമ്മൾ ചേഞ്ച് കേസിൽ ഇവിടെ വന്ന് ചേഞ്ച് കേസിൽ ക്ലിക്ക് ചെയ്തിട്ട് സെന്റൻസ് കേസ് ആണെങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയി മാറിക്കോളും. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ലോവർ കേസ് ആണ്. ലോവർ കേസ് മീൻസ് ഓൾ ലെറ്റേഴ്സ് വിൽ ബി സ്മോൾ ലെറ്റേഴ്സ്. എല്ലാം സ്മോൾ ലെറ്റർ ആകും. നെക്സ്റ്റ് തേർഡ് വൺ ഈസ് അപ്പർ കേസ്. അപ്പർ കേസ് മീൻസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഓൾ ലെറ്റേഴ്സ് വിൽ ബി ക്യാപിറ്റൽ ലെറ്റർ. എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആകും. ആൻഡ് ഫോർത്ത് വൺ ഈസ് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്. ഒരു സെന്റൻസിൽ കുറേ വേർഡ്സുകൾ ഉണ്ടാകും. അതിന്റെ എല്ലാ വേർഡ്സിന്റെയും ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആകും. അടുത്തത് ടോഗിൾ കേസ്. അതാണ് ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന. ഫസ്റ്റ് ലെറ്റർ വിൽ ബി സ്മോൾ ലെറ്റർ ആൻഡ് ദ ബാക്കി റിമൈനിങ് ലെറ്റേഴ്സ് ഫുൾ വിൽ ബി ക്യാപിറ്റൽ ലെറ്റർ വിൽ ബി ദർ. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ? Did you understand this much? ഓക്കെ, ഗ്രേസ് സ്റ്റക്ക് ആയിട്ടിരിക്കുന്നതാണ്. മനസ്സിലായോ ഇല്ലയോ? ഒന്നുമില്ല, ഒരു റിപ്ലൈ ഇല്ല. എന്ത് പറ്റിയും? മനസ്സിലായോ? നെക്സ്റ്റ്, അവിടെ പേജ് നമ്പർ 37 ലാസ്റ്റ് പേജിൽ കാണാം, ലാസ്റ്റ് പിക്ചറിൽ കാണാം ക്യാപിറ്റൽ ലെറ്റർ എ സ്മോൾ ലെറ്റർ എയുടെയും പിക്ചർ നിൽക്കുന്നുണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെന്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റൽ ലെറ്റർ, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, ടോഗിൾ കേസ്. ഈ ടോഗിൾ കേസ് ലാസ്റ്റ് കാണിച്ചേ. ടോഗിൾ കേസ് നോക്കുമ്പോൾ തന്നെ അറിയാം അവിടെ തന്നിരിക്കുന്നത് ടി സ്മോൾ ലെറ്ററും ബാക്കി എല്ലാം ക്യാപിറ്റൽ ലെറ്ററും അല്ലേ? ഓക്കെ, ഇനി പ്രസ് ഷിഫ്റ്റ് ആൻഡ് F2 ചേഞ്ച് ഇതൊക്കെ. ഇനി വേറെ നമുക്ക് നമ്മൾ ഷിഫ്റ്റ് പ്ലസ് F3 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെലക്ടഡ് ചേഞ്ച് കേസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി put the tick mark against put the tick the correct statements and put a cross against the wrong ones. First question is, if the insert mode is on, the inserted text pushes the text next to it towards right. Insert mode is on. എവിടെയാണ് insert mode? Cutting, selecting text, inserting. If the
If the insert mode is on, the inserted text pushes the next to it more to the right. Okay. True. First one is true. Put a tick mark for that. The second question is to move some text to a new location. It has to be selected, cut and pasted at the desired location. Second one also true. കാരണം നമുക്കൊരു പുതിയ സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ എന്താണ് it has to be selected, cut and pasted at the desired location. True ആണ്. Second one also is true. Third one, we can press Ctrl plus X keys to cut a text. കൺട്രോളും എക്സും കൂടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുമ്പോഴാണ് കട്ട് ആകുന്നത്. ഓക്കെ, ട്രൂ ആണ് അതും. Okay, next fourth one also. Sentence case option capitalize the first letter of each sentence. True ആണ് false ആണ്? ഇപ്പം കാണിച്ചതല്ലേ? True. Okay, true. So 4 also is true ആണ്. 4ഉം true ആണ്. True, 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 true. Next, checking spelling. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരു സ്വഭാവമുണ്ട്. കമ്പ്യൂട്ടർ ഈസ് ഓൾവേസ് ആക്യുറേറ്റ്. ആക്യുറേറ്റ് മീൻസ് ഓൾവേസ് കറക്റ്റ്. എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഇത് കാണിക്കും. നമ്മളൊക്കെ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അല്ലേ? ബട്ട് കമ്പ്യൂട്ടർ വിൽ ടെൽ സ്റ്റോപ്പ് ഇറ്റ്, ദ സ്പെല്ലിംഗ് ദാറ്റ് യു ഹാവ് ടൈപ്ഡ് ഈസ് റോങ്. അങ്ങനെ അത് നമുക്കൊരു എന്താ പറയേണ്ട ഒരു റിമാർക്സ് തരും. നമ്മൾ ടൈപ്പ് ചെയ്ത സ്പെല്ലിങ് തെറ്റാണെന്നറിയില്ല. നിങ്ങൾ ആ പേജ് നോക്കിക്കേ. പേജ് 38 ഓവർ ദ ഹിൽ, ഫസ്റ്റ് സൈറ്റ് ഓഫ് ദ സീ, ലൈൻ സൺലൈറ്റ് ആൻഡ് സ്റ്റിൽ. ഇവിടെ ഈ ക്ലാസ്സിൽ ആരായിരുന്നോ കണ്ണ് കാണാത്ത വായിച്ചു കേൾപ്പിക്കുന്നതല്ല ക്ലിയർ ആയിട്ട്? അല്ല, 4th സ്റ്റാൻഡേർഡിൽ ഒരു കുട്ടിയാണ്, വളരെ സ്മോൾ ലെറ്റർ പോലും ഷീ വിൽ റീഡ്. 4th ഒരു കുഞ്ഞുണ്ട്, അൽന കശിൻ നാമത്തെ അവളുടെ പേര്, അൽന. ആ കുട്ടി വളരെ ചെറുത്. ഇതുപോലെ ഇതിപ്പോ എനിക്ക് വായിക്കാൻ പറ്റും. ഇതിലും വളരെ വളരെ ആകെ ആ കുട്ടിക്ക് മാത്രമേ നമ്മുടെ ക്ലാസ്സിൽ വായിക്കാൻ പറ്റുന്നുള്ളൂ. അത്ര സ്മോൾ വണ്ണു ഷീ ഈസ് ഏബിൾ ടു റീഡ്. സോ ഇവിടെ സ്മോൾ ആണെങ്കിലും നോക്കാം, ഇത് നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ് അല്ലേ? ഓക്കെ, ഇവിടെ ഒരു പോയം തന്നിട്ടുണ്ട്. എന്റെ ദൈവമേ, അതിലെന്തോ അവിടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഇതെന്തോ ചരണ്ടിക്കൊണ്ടിരിക്കുന്ന മോനെ? റബ്ബിങ് 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 റബ്ബിങ്. ബുക്ക് തീർന്നു പോകും. ഓക്കെ, സോ ഇവിടെ ആ തന്നിരിക്കുന്ന പോയിന്റ് നിങ്ങൾ കണ്ടോ? ഫിഗർ 5:14 കണ്ടോ? അപ്പൊ അവിടെ കുറെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാം അണ്ടർലൈൻ ചെയ്ത് വെച്ചത്. ഇവിടെ സ്കൂളിൽ നിങ്ങൾ ബുക്ക് തന്നിട്ട് കറക്ഷൻ ചെയ്യുമ്പോൾ ടീച്ചർ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെക്കില്ല ചിലതിനൊക്കെ. എന്തുകൊണ്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കുന്ന ടീച്ചർ? Because there will be some mistake, isn't it? Spelling mistake will be there, something like that way. So like that way computer also is checking. ടീച്ചറിനെ പോലെയാണ് എല്ലാം ഇങ്ങനെ തെറ്റുള്ളതെല്ലാം വരച്ചു വെച്ചേക്കുന്നുണ്ടോ? ഓക്കെ, so Raju also typed the same poem that was typed by Savi. The poem typed by him looks as shown in figure 5:14. He is worried to see the red and green wavy lines. ഇതെല്ലാം ടൈപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അവിടെ ഇവിടെ എല്ലാം ചുമന്ന മഷിക്ക് വരച്ചു വെച്ചേക്കുന്നു. പിന്നെ എന്തൊക്കെയോ ചെറിയ ചെറിയൊരു ഗ്രീൻ കളർ ചെറിയ എന്തൊക്കെയോ മിസ്റ്റേക്ക് വേറെയും കാണുന്നു. ആകപ്പാടെ പ്രശ്നമാണ്. ഹി ഡിഡ്ന്റ് നോ വാട്ട് ഈസ് ദാറ്റ്, ഹൗ ഇറ്റ് ഈസ്. എന്താ പ്രശ്നം എന്നുള്ളത് മനസ്സിലാകുന്നു. എന്നിട്ട് അമ്മേ ജോഷി അല്ല, എന്നിട്ട് അവളുടെ പേരെന്നായിരുന്നു മരിയമ്മയുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സോ MS Word includes a powerful spell checker. ഇതിനെ നമ്മളെപ്പോലെ ഒന്നുമില്ല, ഭയങ്കര തലയായി കമ്പ്യൂട്ടറിന്. എവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും കണ്ടുപിടിക്കും. See, if you did not put a space there, if you have typed wrong spelling, if you have typed capital letters unnecessary, and all this computer will draw a small line. ചിലപ്പോൾ നമ്മൾ എത്ര ആലോചിച്ചാലും നമുക്ക് ആ മിസ്റ്റേക്ക് കിട്ടത്തില്ല എന്താന്ന്. പക്ഷെ കമ്പ്യൂട്ടർ പെട്ടെന്ന് മനസ്സിലായിട്ട് അവിടെ വരച്ചു വെച്ചേക്കും. ഭയങ്കര സ്പീഡ് അല്ലേ? കമ്പ്യൂട്ടർ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ട. ടീച്ചേഴ്സ് ഒക്കെയാണ് പിന്നെ കണ്ണ് കാണാതെ ഇടയ്ക്കെങ്കിലും മാർക്ക് തന്നേനെ അറിയാതെങ്കിലും. കമ്പ്യൂട്ടർ അത് തരത്തില്ല കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ഈ നമ്മുടെ കമ്പ്യൂട്ടർ എക്സാമിനൊക്കെ കമ്പ്യൂട്ടർ വാല്യുവേഷൻ അല്ലായിരുന്നോ, ഗൂഗിൾ ഫോമിലല്ലായിരുന്നോ? ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ ചില എവിടെയെങ്കിലും ക്യാപിറ്റൽ ലെറ്റർ എഴുതേണ്ടടുത്ത് നിങ്ങൾ സ്മോൾ ലെറ്റർ എഴുതിയിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ മാർക്ക് തന്നിട്ടില്ല അല്ലേ? അങ്ങനെയൊക്കെ പറ്റിയിട്ടില്ല കഴിഞ്ഞ എക്സാം. ഗ്രേസ് ഒക്കെ ഓർക്കുന്നുണ്ടോ? ഗ്രേസേ, ആദ്യത്തെ എക്സാമിന് കമ്പ്യൂട്ടർ കുറെ മാർക്ക് പോയത് ഓർമ്മയുണ്ടോ? അപ്പം കമ്പ്യൂട്ടർ ഇങ്ങനെയാണ് പ്രശ്നം. എവിടെ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ റോങ് ആയിട്ടിട്ടേക്കും. ഓക്കെ,
MS Word includes a powerful spell checker that identifies any misspelled words in the text we type. Actually, these wavy colored lines indicate that there are some errors in the text. A red wavy underline indicates a possible spelling error, and a green wavy underline indicates a grammatical error. Two types of errors are there. Means here red line is there and green line. ഞാൻ ഇവിടെ എൻ്റെ കണ്ണും കൊണ്ട് green line ഒന്നും കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടോ green line? Only red is there, I think. Did anybody see? നമ്മുടെ അൽനേനെ വിളിക്കേണ്ടി വരുമായിരിക്കും. അൽന എന്ത് ഇതുണ്ടെങ്കിലും കണ്ടുപിടിക്കുന്നത് അത്ര small ones. പക്ഷേ I didn't see any green line there. Okay. Green line ഉണ്ട്. എവിടെയാണ് green line? I is walking അവിടെ ഒരു green line ഉണ്ട്. എവിടെയാ? Is walking on air. I is walking on air. എന്റെ ദൈവമേ, എനിക്കത് ശരി. എന്റെ കണ്ണ് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളുടെ കണ്ണിന് നല്ല പവർ അല്ലേ? ശരി. I is walking on air. ഇനി ബാക്കി എല്ലാ സ്ഥലത്തും റെഡ് ലൈനും ഇവിടെ ഗ്രീൻ ലൈൻ. സോ ദിസ് റെഡ് ലൈൻ ഷോസ് എ പോസിബിൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. റെഡ് ലൈൻ ഉള്ളിടത്തെല്ലാം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാരണമാണ് ചുവന്ന മഷി കൊണ്ട് വരച്ചേക്കുന്നത്. ഇനി ഗ്രീൻ ലൈൻ വരച്ചേക്കുന്നത് എവിടെയാണ്? ഗ്രാമർ മിസ്റ്റേക്ക് വരുമ്പോൾ. സാധാരണ ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ആരോടാ ചോദിക്കട്ടെ? നമ്മുടെ ലക്ഷ്മിപ്രിയ അവിടെ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ലക്ഷ്മിപ്രിയ, പ്ലീസ് അൺമ്യൂട്ട്. I'll ask her, what did you eat in the morning? കമ്പ്യൂട്ടർ പോലെ ഒന്നുമല്ല, പെട്ടെന്നേ മറന്നുപോയി. രാവിലെ കഴിച്ച എന്താന്ന് അവള് മറന്നുപോയി. ലക്ഷ്മിപ്രിയ, what did you eat in the morning? She didn't take breakfast. Edwin, what did you eat in the morning? Chapati. Same complete sentence. ഞാൻ ചപ്പാത്തിയാണ് കഴിച്ചതെന്ന് കംപ്ലീറ്റ് സെന്റൻസ് പറ ഇംഗ്ലീഷിൽ. I eat chapati. ഇപ്പൊ ഇവിടെ ഗ്രീൻ മാർക്ക് വരും. വൈ? I eat ചപ്പാത്തി എന്നാണ് എഡ്വിൻ പറഞ്ഞത്. അങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ട്. എന്താ മിസ്റ്റേക്ക് മോനെ? മനസ്സിലായോ? ഗ്രാമർ. എന്ത് ഗ്രാമർ അവിടെ മിസ്റ്റേക്ക് വന്നേ? എന്തോ ക്ലിയർ ആയിട്ട് കേട്ടില്ല എഡ്വിനെ. ഓക്കെ ഞാൻ ചോദിക്കുന്ന ആളെ ആൻസർ ചെയ്യാവുള്ളൂ. വൈ അതേഴ്സ് ഹാവ് ടു ആൻസർ? എഡ്വിനെ ഒന്ന് പറയാമത്തെ, എന്താ മിസ്റ്റേക്ക് പറ്റുമെന്ന് മനസ്സിലായോ മോനെ? എവിടെ ഗ്രാമർ മിസ്റ്റേക്ക് വന്നേന്ന്? ഇല്ല. I ate ചപ്പാത്തി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഗ്രീൻ ലൈൻ വന്നു. എന്താന്ന് പറയാമോ? ഇല്ല. ഓക്കെ, ഇവിടെ മുഹമ്മദ് അല്ലേ പറഞ്ഞേ? മുഹമ്മദ് ആൻസർ. I ate chapati. It's already finished. Past tense വേണം അല്ലേ? ഓൾറെഡി ആഫ്റ്റർനൂൺ ആയി. അതുകൊണ്ട് മോർണിംഗ് കഴിച്ചത് പാസ്റ്റ് ടെൻസിൽ പറയണം. സോ I eat ചപ്പാത്തി മീൻസ് now you are eating. ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ I eat എന്ന് പറയുന്നത്. ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളെങ്കിൽ ഓക്കെ പറയാൻ പറ്റും. പക്ഷെ രാവിലെ കഴിഞ്ഞുകൊണ്ട് I ate ചപ്പാത്തി എന്ന് പറയേണ്ടത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ചെന്നാല് ഇപ്പൊ ഇവിടെ നമ്മൾ ഈ രീതിയിൽ എഴുതിയാൽ possible grammar mistake is there. That's so computer will underline with a green color. Okay, spelling mistake means computer will underline with a red color and grammar mistake means in green color. ഇവിടെ എന്തുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ I is walking on air എന്നുള്ളവർക്ക് ഈസ് അണ്ടർലൈൻ ചെയ്തത്? ഡു യു നോ? മാൻസാമിച്ച് എപ്പോഴും ഇവിടെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഗ്രാമർ പറയുന്നത് കേൾക്കാം. എന്താ നിങ്ങൾ പഠിച്ചത്? I is എന്ന് പറഞ്ഞാല് I am എന്നല്ലേ പറയണ്ടേ? Yes, I am എന്ന് പറയണം. If it is in past tense, I was എന്ന് പറയണം അല്ലേ? അപ്പൊ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ് ഗ്രീനില്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൽ അങ്ങനെ നോക്കാം. ഇത് വേർഡ് എടുക്കട്ടെ.
ഞാനിവിടെ ട്രൂ ലൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റെഡ് കളർ വരച്ചേക്കുന്ന കണ്ടോ കമ്പ്യൂട്ടർ? എന്നെയും പിടിച്ചു കമ്പ്യൂട്ടർ. എന്തുകൊണ്ടാണ് ട്രൂ ലൈറ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത പേര് അടി വരച്ചേക്കുന്നേ? അറിയാമോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. എന്തായിരിക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? Because if I put a space here, സ്പേസ് ഇട്ടപ്പം കണ്ടോ എത്ര പെട്ടെന്ന് കൃഷ്ണായി അല്ലേ? ശരിക്കും ട്രൂ ഈസ് വൺ വേർഡ്, ലൈറ്റ് ഈസ് അനദർ വേർഡ്. സോ വെൻ ഐ ടൈപ്ഡ് ഇറ്റ്, ഞാൻ അടുപ്പിച്ച് ടൈപ്പ് ചെയ്തപ്പോൾ എന്ത് പറ്റി? റെഡ് വരച്ചു. സ്പേസ് ഇട്ടപ്പോഴത്തേനും പെട്ടെന്ന് കമ്പ്യൂട്ടർ എനിക്ക് ക്ലിയർ തന്നു, ക്ലീൻ ഷീറ്റ് കണ്ടോ? ഓക്കെ, സീ ഹിയർ. Okay, ഇനി സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. On the review tab, here review tab, click there, and under the proofing group click on the spelling and grammar icon. അയ്യോ, ഇതിനകത്ത് പറ്റുന്നില്ലേ? ABC വേർഡ് കൗണ്ട്, പാരഗ്രാഫ്, ക്ലോസ് ഇറ്റ്. Spelling and grammar. See here, side, in the side there is a ABC എന്ന് എഴുതിയിട്ട് ഒരു ടിക്ക് മാർക്ക് ഇട്ടിട്ടുണ്ട്. Can you see this? Here ABC. Can you see? Hanna and all കാണുന്നുണ്ടോ? Click there, spelling correct. ഓക്കെ, ട്രൂ, ഇഗ്നോർ, ഗ്രാമർ കറക്റ്റ് ആണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ അടുപ്പിച്ചടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് സംഭവിച്ചു? റെഡ് വരച്ചിട്ടുണ്ട് അല്ലേ? കുഞ്ഞാടെ ഇവിടെ നോക്കിക്കേ, സ്ക്രീനിൽ നോക്കാത്തവർക്കെല്ലാം സമ്മാനമുണ്ട് കുറച്ച് കഴിയുമ്പോൾ കേട്ടോ. ഓക്കെ, ഇപ്പം ഇത് മിസ്റ്റേക്ക് ഉണ്ട്, റെഡ് കളറിലുണ്ട്. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ റിവ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്തേർ, റിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ സെലക്ട് ചെയ്യണേ, എന്നിട്ട് വേണം. ഓക്കെ, ദെൻ ഗോ ഹിയർ, ഫയലിൻ്റെ അടുത്ത് താഴെയായിട്ട് ABC എന്ന് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഓക്കെ, ക്ലിക്ക് ചെയ്തേർ. അപ്പോൾ നമുക്കിവിടെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഇഗ്നോർ ഓൾ, ആഡഡ് എന്ന് പറഞ്ഞോ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ട്രൂ ആൻഡ് സ്പേസ് ഇട്ടിട്ട് ലൈറ്റ് സെപ്പറേറ്റ് ആയിട്ട്, ട്രൂ പിന്നെ ഒരു സ്പേസ് ഇട്ടിട്ട് ലൈറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി റിട്ടൺ ആസ് 2 words. ഓക്കെ, ട്രൂ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ട്രൂ ലൈറ്റ് എന്നൊരു പോസിബിൾ ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഇടാം, കുഴപ്പമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇഗ്നോർ എന്ന് കൊടുത്താൽ മതി. അതർവൈസ് ട്രൂ ലൈറ്റിൽ നമ്മൾ ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ചേഞ്ച് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ വിൽ ചേഞ്ച് ദാറ്റ്. നമ്മൾ അവിടെ ചേഞ്ച് ചെയ്യാൻ പോകണ്ട. ഓക്കെ, ഇനി വേറൊന്ന് ഞാൻ ടൈപ്പ് ചെയ്യാം. ട്രൂ ലൈറ്റ് അല്ലേ? എന്താ സ്കൂൾ എന്നുള്ളത്? SC, സ്കൂളിന്റെ സ്പെല്ലിംഗ് SCHOOL ആണ് അല്ലെ? SCHOOLE എന്നിട്ടു. വരച്ചോണ്ടോ കമ്പ്യൂട്ടർ? ഞാൻ മൈ സ്പെല്ലിംഗ് ഈസ് റോങ്, so computer has underlined with a red ink, isn't it? So if I want to find out the spelling, I have to go click here, then go to ABC means spelling and grammar. Here school spelling is wrong, so school the one option is there. School, SCHOOL, school one option is there. Schools, ഇതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഈ ഓപ്ഷനാണ്. ക്ലിക്ക് ദെയർ,
then go to change. Automatically computer has changed. ഗ്രേസ് എന്തുവാ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തോ കുറെ സമയം എഴുതാൻ തുടങ്ങിയിട്ട്. ഇവിടെ സ്കൂൾ എന്ന് കറക്റ്റ് ആയിട്ട് വന്നു അല്ലേ? ആ ഓക്കെ. ഹന്ന പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ വാട്ട് യു വാണ്ട് ടു സേ. മിസ് ഇപ്പൊ ഈ സ്കൂളിന്റെ അടിയിൽ നീല വര വന്നിട്ടുണ്ട്, അതെന്നാ? അത് ക്യാപിറ്റൽ ലെറ്റർ എഴുതാത്തോണ്ടാ. ആ ശരിയാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ അധികം സ്മോൾ ലെറ്റർ ആണല്ലോ എഴുതുന്നത്. അതായത് അത് നമ്മുടെ സൈഡിലൊക്കെ ആയിരുന്നതുകൊണ്ട്, ഒറ്റ വേർഡല്ലേ ഉണ്ടായിരുന്നുള്ളൂ, സൈഡിലൊക്കെ ആയതുകൊണ്ട് സ്പെല്ലിംഗ് ആൻഡ് ചെക്ക് ഈസ് കളക്ടഡ്, യു ആർ ഗുഡ് ടു ഗോ. ഈ മുഹമ്മദ് എങ്ങനെ ഇരിക്കുന്നു? കാലൊക്കെ ആട്ടിക്കൊണ്ടെന്തുവാ പരിപാടി? ഇത് ക്ലാസ്സാ മുത്തേ? ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പം സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. ഇനി ഗ്രാമർലി സ്പെല്ലിങ് സ്കൂൾ വെയർ ഓപ്പൺഡ് ഞാൻ ടൈപ്പ് ചെയ്യണേ. ഈ കമ്പ്യൂട്ടറിന് മിസ്റ്റേക്ക് മനസ്സിലായില്ലേ? ഓക്കെ, സ്കൂളാണ് ഓപ്പൺ. വന്നില്ലല്ലോ മിസ്റ്റേക്ക്. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ വി ഹാവ് ഫിനിഷ്ഡ് ചെക്കിംഗ് യുവർ സെലക്ഷൻ. മിസ്റ്റേക്ക് മനസ്സിലായിട്ടില്ല അല്ലേ? ഇതിനകത്ത് ഗ്രാമർ മിസ്റ്റേക്ക് ചെക്ക് ചെയ്യുന്നില്ല, ഓൺലി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്നും പറഞ്ഞുകൊണ്ട് വി ആർ ഫിനിഷ്ഡ് ചെക്കിംഗ് യുവർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. സോ ഗ്രാമർ മിസ്റ്റേക്ക് ഈസ് നോട്ട് ചെക്കിംഗ് ഇൻ ദിസ് കമ്പ്യൂട്ടർ. സാധാരണ നമുക്ക് ഗ്രാമറും ചെക്ക് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, സോ അത് പിന്നെ നമുക്ക് ഡിക്ഷണറി, അതായത് കമ്പ്യൂട്ടറിൽ ഒരു ഡിക്ഷണറി ഉണ്ട്. ആ ഡിക്ഷണറിയിൽ നിന്നാണ് നമുക്ക് കറക്റ്റ് സ്പെല്ലിംഗ് കിട്ടുന്നത്. ഇനി കുറച്ച് സ്പെല്ലിങ്സ് അവർ നമ്മളെ കാണിക്കും. നമ്മൾ സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറിൽ we know that English is spoken in many countries, but in many countries different ways they talk in English. നമ്മൾ പല രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം ബ്രിട്ടൻ, അതായത് ഇംഗ്ലണ്ടിൽ സംസാരിക്കുന്ന ഇംഗ്ലീഷിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ് അമേരിക്കൻ ഇംഗ്ലീഷ്. മനസ്സിലായോ? വി ഇൻ ഇന്ത്യ വി സ്പീക്ക് ഇംഗ്ലീഷ് ഓഫ് ബ്രിട്ടൻ. നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ബ്രിട്ടനിൽ സംസാരിക്കുന്ന ഇംഗ്ലീഷാണ്. അതായത് ഇംഗ്ലണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നില്ലേ, അവരെ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. സോ ആ ഇംഗ്ലീഷാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ചെറിയ ഡിഫറൻസേ ഉള്ളൂ, നോട്ട് മച്ച് ഡിഫറൻസ് ആൻഡ് ഓൾ, ഓൺലി ലിറ്റിൽ ബിറ്റ് ഓഫ് ഡിഫറൻസ് ഫ്രം അമേരിക്ക. അമേരിക്കക്കാരുടെ ഇംഗ്ലീഷിൽ നിന്നും കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. ഗ്രാമർലി ഓർ സ്പെല്ലിംഗ്, ചില വേർഡ്സിന്റെ മാത്രം സ്പെല്ലിങ്ങിലൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആൻഡ് ഹിയർ Muhammad, what is the spelling of color? C-O-L-O-U-R. C-O-L-O-U-R. Hannah, what is spelling of color? C-O-L-O-U-R എന്നുണ്ട്, C-O-L-O-R എന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻ അമേരിക്ക they use C-O-L-O-R color, but in Britain they use C-O-L-O-U-R. നമ്മുടെ കമ്പ്യൂട്ടർ ഒക്കെ ഈ സോഫ്റ്റ്വെയർ ഒക്കെ US സോഫ്റ്റ്വെയർ ആയിരിക്കും, അമേരിക്കയുടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ C-O-L-O-U-R എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ അടി വരയ്ക്കും അവർ. നമ്മൾ അയ്യോ ഈ സ്പെല്ലിംഗ് കറക്റ്റ് ആണ്, പിന്നെ എന്തെങ്കിലും കമ്പ്യൂട്ടറിന് മിസ്റ്റേക്ക് വന്നല്ലോ എന്നൊക്കെ പറയും. പക്ഷേ ഈ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കളർ എന്നുള്ളത് C-O-L-O-R ആണ്. മനസ്സിലായോ? നിങ്ങൾ മൊബൈലിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും കളർന്ന് കാണിക്കുമ്പോഴത്തേനും അവിടെ C-O-L-O-R ആയിരിക്കും. ഈ മൊബൈലിലും ഇതുപോലെ റെഡിങ്ങിലൊക്കെ കാണിക്കാറുണ്ട് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ടൈപ്പ് ചെയ്യുന്ന സമയത്ത്? ഓക്കെ, സെയിം മെത്തേഡ് ഉള്ളേ. ഓക്കെ, ചെറിയ മിസ്റ്റേക്കുകൾ എന്ന് വെച്ചാൽ അത് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ മിസ്റ്റേക്ക്, ബട്ട്
ഇൻ കമ്പ്യൂട്ടർ നമുക്കറിയാം, കമ്പ്യൂട്ടർ സ്വയം ചിന്തിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്താണോ അതിനെ ബേസ് ചെയ്ത് മാത്രമേ അത് പ്രവർത്തിക്കുള്ളൂ. സോ ദ സ്പെല്ലിംഗ് ഓഫ് കളർ ഈസ് സെറ്റ് ഓർ ഇൻ ദ ഡിക്ഷണറി ഓഫ് കമ്പ്യൂട്ടർ കളർ ഈസ് റിട്ടൺ ആസ് COLOR മാത്രം. അതുകൊണ്ട് ആ COLOR മാത്രമാണ് അത് കറക്റ്റ് ആയിട്ട് അംഗീകരിക്കുന്നത് എന്ന് കരുതി നമ്മൾ കളർ COLOUR കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അത് ഓട്ടോമാറ്റിക്കായിട്ട് തിരുത്തത്തില്ല കേട്ടോ, കുഴപ്പമില്ല അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ്. നെക്സ്റ്റ് വണ് അത് കഴിഞ്ഞിട്ടുള്ള എന്താണ് ഇനി? അപ്പൊ ചേഞ്ചേഴ്സ് പഠിച്ചു, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ പഠിച്ചു. നെക്സ്റ്റ് ഫൈൻഡിങ് ആൻഡ് റീപ്ലേസിങ് ഇറ്റ്. ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞില്ലേ? നമ്മുടെ കമ്പ്യൂട്ടർ അല്ല, നമ്മുടെ ഇന്ന് സൂമിൽ നിന്ന് പണിമുടക്കിലായതുകൊണ്ട് ടൈം കാണിക്കുന്നില്ല. 2:30 നമ്മുടെ ക്ലാസ് തീരേണ്ടതല്ലേ? ഓക്കെ, 2:30 അല്ല, 2:25 വിൽ ബി ഓവർ. 2:28 ആയി. ഓക്കെ, വി വിൽ വൈൻഡ് അപ്പ്. ബൈ ദെൻ. ലക്ഷ്മിപ്രിയ സ്റ്റക്ക് ആണോ? അല്ലല്ലോ. എന്താ ഒരു അനക്കോ ഇല്ലാത്ത ലക്ഷ്മിപ്രിയ? ഒരു ബൈ ഒന്നും പറയാത്തെ? ബൈ. ബൈ മിസ്. പേടിച്ചിരിക്കുന്ന പോലെ. ലക്ഷ്മി പ്രിയക്ക് എന്ത് പറ്റി? സ്മൈൽ പ്ലീസ്. ഒരു ഫോട്ടോ എടുക്കട്ടെ, ഒന്ന് ചിരിച്ചേ. അയ്യോ, പേടിച്ചിരിക്കുന്ന പോലെ. ഓക്കെ, ബൈ ബൈ. ബൈ മിസ്.